ഇന്ന് ലോക കഞ്ഞി ദിനമാണത്രേ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം എന്ന് പറഞ്ഞ ശേഷം ലോക കഞ്ഞി ദിനം എന്ന ഒരു കാര്യം കൂടി അറിയുകയാണ്. കർക്കിടക കഞ്ഞി, ജീരകക്കഞ്ഞി, പൊടിയരിക്കഞ്ഞി, ചെറുപയർ കഞ്ഞി, ഇങ്ങനെ കഞ്ഞികളുടെ പട്ടിക നീണ്ടു കിടക്കുകയാണ്. കഞ്ഞിയും ഒരൽപ്പം പയറും ചമ്മന്തിയും ചുട്ടെടുത്ത പപ്പടവും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുശാലാണ്. മലയാളിയുടെ ഭക്ഷണ മെനുവിൽ എക്കാലത്തെയും മാറ്റമില്ലാതെ തുടരുന്ന വിഭവമാണ് കഞ്ഞി. കഞ്ഞി ദിനത്തിൽ നമുക്ക് കഞ്ഞിയുടെ രാഷ്ട്രീയം പറയാം. ദളിത് ചിന്തകനും സാമ്പത്തിക വിദഗ്ധനുമായ എം കുഞ്ഞാമൻ എതിരി എന്ന ആത്മകഥയിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. 14 വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നു. മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു. അവിടെ ഭയങ്കരനായ ഒരു പട്ടിയുണ്ടായിരുന്നു. എന്നോടൊപ്പം അവനോടും ചെന്ന് കുടിക്കാൻ പറഞ്ഞു വീട്ടുകാർ. കുഴിയുടെ അടുത്തേക്കെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, അത് 2 പട്ടികൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. 2 പട്ടികൾ കഞ്ഞിക്ക് വേണ്ടി മത്സരിക്കുന്നു. പട്ടി കടിച്ച മുറിവിൽ നിന്ന് ചോര വന്നപ്പോൾ ദേഷ്യമല്ല തോന്നിയത്, എന്റെ അവസ്ഥയിലുണ്ടായിരുന്ന മറ്റൊരു ജീവി എന്ന അനുതാപമാണ്. തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്ന് തുടങ്ങുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയും കഞ്ഞിയുടെ രാഷ്ട്രീയമാണ് ഉറക്കെ പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ജന്മിയുടെ പാടത്തും പറമ്പിലും പണി ചെയ്തിരുന്ന അടിയാളന്മാർക്ക് ഒരു നേരത്തെ കഞ്ഞി മാത്രമായിരുന്നു ആഹാരമായി ലഭിച്ചിരുന്നത്. ചരിത്രപരമായി വിവേചനത്തിന്റെ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു കഞ്ഞി. ഇന്ന് പക്ഷേ വിവേചനങ്ങൾക്കതീതമായി മലയാളിയുടെ ഇഷ്ടവിഭവമാണ്. ബിരിയാണിയും മന്തിയും വാഴുന്ന കാലത്തും സ്പെഷ്യൽ കഞ്ഞികൾ കിട്ടുന്ന കടകളിലെല്ലാം എപ്പോഴും തിരക്ക് തന്നെയാണ്. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.